രൂപാന്തരീകരണവും ശുദ്ധീകരണ പ്രവർത്തനവും. ദൈവനാമത്തിന് സ്തോത്രം കരയറ്റട്ടെ. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള നോമ്പ് പ്രാർത്ഥനയുടെ 20-ാം നാളിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മലാഖി 3:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ്. മലാഖി എന്ന പുസ്തകത്തിന്റെ പ്രധാന ഊന്നൽ എന്ന് പറയുന്നത് തന്നെ യഹോവയായ ദൈവം മലാഖിയിലൂടെ ഇസ്രായേൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന അരുളപ്പാടുകളാണ്. മലാഖിയുടെ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തെന്നാൽ പാപികളായ ഇസ്രായേൽ ജനതയ്ക്ക് നേരെയുള്ള യഹോവയുടെ വരവ് എത്രത്തോളം അവർക്ക് കഠിനവും ദുരിതവും ആയിരിക്കും എന്നതിനെ പറ്റിയാണ്. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവരുടെ ചാരവെള്ളം പോലെയും ആയിരിക്കുമെന്നാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ ലേവി പുത്രന്മാരെ പരാമർശിച്ചിരിക്കുന്നത് അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെ വെള്ളി ശുദ്ധീകരിക്കുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അങ്ങനെ അവർ യഹോവയ്ക്ക് നീതിയിൽ വഴിപാടർപ്പിക്കും. ഇവിടെ ഇങ്ങനെ ലേവ്യ പുത്രന്മാരെ പരാമർശിക്കാനുള്ള കാരണം എന്തെന്നാൽ അവർ ദൈവത്തിന്റെ ഉപദേശങ്ങൾ കൈക്കൊണ്ട് ദൈവത്തിന്റെ അനുസരണത്താൽ ജീവിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളോ വഴിവിട്ടുമാറി പലരെയും ഉപദേശത്താൽ ഇടറുമാറാക്കി ലേവിയുടെ നിയമം നശിപ്പിച്ചും യഹോവയുടെ വഴികളെ പ്രമാണിക്കാതെ ന്യായപാലനത്തിൽ പക്ഷഭേദം കാണിച്ചും ഇരുന്നു. ആവർത്തന പുസ്തകം 18:1 മുതൽ 2 വരെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്തെന്നാൽ ലേവിപുത്രന്മാർ കർത്താവ് അവരോട് കൽപ്പിച്ചിരിക്കുന്ന ഉടമ്പടികൾ അനുസരിക്കുന്നതിനെ ചൊല്ലിയാണ്. ഇവിടെ പറയുന്നത് യഹോവ തന്നെയാണ് അവരുടെ അവകാശം, എന്നാൽ അവരുടെ സഹോദരങ്ങൾക്കിടയിലോ അവർക്ക് അവകാശം ഉണ്ടാകരുത്. പാപികളായ ജനതയെ രൂപാന്തരപ്പെടുത്തി വീണ്ടെടുക്കാനായിട്ടാണ് ദൈവപുത്രൻ പുനർജനിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. എന്നാൽ ദിനം പ്രതി തങ്ങൾ പാപം ചെയ്യുകയാണെന്ന് അറിഞ്ഞിട്ടും പാപങ്ങൾ വിട്ടുപിരിയാതെ രൂപാന്തരപ്പെടാതെയും നടന്നു കഴിഞ്ഞാൽ മലാഖിയിലൂടെ ദൈവം അരുളി ചെയ്യുന്ന അരുളപ്പാടുകൾ പോലെ അത്യന്തം കഠിനമേറിയതും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധമുള്ള ശിക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും. ആയതിനാൽ പാപികളായ നമ്മൾ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് രൂപാന്തരപ്പെടാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വചനധ്യാനത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ക്രിസ്തുമസിന്റെ നോമ്പ് അനുഭവങ്ങളിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ദുർമാർഗങ്ങളെ വിട്ട് ദൈവപുത്രന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങളുടെ വഴികൾ രൂപപ്പെടുവാൻ ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ